ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഞാൻ എന്താ കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാം. അപ്പോഴാണ് എന്നോട് ഒരാൾ ചോദിച്ചത്, നിനക്ക് കഴിക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതൊന്നും കാണിക്കാതെ വേറെ വീഡിയോ ചെയ്യാൻ വേറെ കണ്ടന്റ് ഇല്ലേന്ന്. കണ്ടൻറ്റെ കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കടയിലല്ലേ ഇരിക്കുന്നത്. പിന്നെ ഈ തിന്നാനും കുടിക്കാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. നമ്മുടെ വയറിന് വേണ്ടിയിട്ടല്ല, വയറ് നിറയ്ക്കാനല്ലേ എല്ലാവരും കഷ്ടപ്പെടുന്നത്. അതെന്നാൽ എല്ലാവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയത് പുട്ടാട്ടോ. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് പുട്ട്. എന്നാ വെച്ചാൽ പുട്ട് വീട്ടിലാർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇന്നലെ പഴം മേടിച്ച് കണ്ടപ്പോൾ ഞാനോർത്ത് ഇന്ന് പുട്ട് തന്നെ എന്നോർത്ത്. അപ്പോൾ ഞാൻ പുട്ടും നല്ല ഫ്രഷ് തേങ്ങയൊക്കെ ഇട്ട് പഴം ഇട്ട് കുഴച്ച് തിന്നുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പഴമൊക്കെ ഇട്ട് നല്ല കുഴാന്ന് കുഴച്ച് വായിലോട്ട് വെക്കുമ്പോഴില്ലേ എന്നാ ഒരു ടേസ്റ്റാണെന്ന് പറയും. ഈ പിള്ളേർക്കൊന്നും ഇതിൻ്റെ മഹത്വം അറിയത്തില്ല. അവർക്ക് വേണ്ടത് പിസയും ബർഗറും പിന്നെ എന്തൊക്കെയാട്ടോ. പക്ഷേ ഇതൊക്കെ തിന്ന് വളരണം പിള്ളേരെ, അതൊക്കെ കണ്ട് പഠിക്കുക. അതിനുശേഷം ഞാനതിങ്ങനെ നല്ല ഉരുട്ടി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ചയ്ക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പഴത്തിന് ഇഷ്ടമല്ല. അച്ചയ്ക്ക് പഴം ഇഷ്ടമല്ല. പിന്നെ അച്ഛൻ എന്ത് ചെയ്തു, മീൻകറിയും ഇന്നലത്തെ നല്ല എന്താ പറയുക മുട്ടക്കറിയുടെ ചാറും ഒക്കെ ഉണ്ടായി. അതൊക്കെ കൊണ്ടുവന്ന് അച്ഛൻ അടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് രാവിലത്തെ ഇനി ഞാൻ അടുത്ത് പറയട്ടെ ഉച്ചയ്ക്ക് എന്താണെന്ന്. ഉച്ചയ്ക്ക് നല്ല ചിക്കൻ കറി, ചാറ് കുറച്ചിട്ടുള്ള ചിക്കൻ കറി, അതും ഒരുപാടൊന്നും വെക്കാതെ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് വെന്ത ചിക്കൻ കറി. അതിൻ്റെ ഒപ്പം കോമ്പിനേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അടിപൊളിയായിട്ട് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റായ മിൽക്കി മിസ്റ്റിൻ്റെ ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ടി തൈര്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടോണേ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് നല്ല കൈ കൊണ്ട് ഞെരടി ആ പീസിൻ്റെ ഒരു ഭാഗം എടുത്ത് നല്ല ചോറിലിട്ട് അങ്ങ് വിരടി എടുത്ത് കഴിച്ചാലില്ലേ എൻ്റെ അമ്മോ എന്നാ ടേസ്റ്റ്. ഇങ്ങനെ ചിക്കൻ കറിയുടെ അടുത്ത് നല്ല കട്ടി തൈരൊഴിച്ച് കഴിക്കാത്തവർ കഴിച്ച് നോക്കണം, സൂപ്പറായിരിക്കും. പിന്നെ ഇന്നലെ മേടിച്ച പിലോപ്പി വറുത്തത് ഒരു കഷ്ണം കിട്ടി എനിക്ക്. ഇന്നലെ പിള്ളേരത് വറുത്ത് തരാൻ പറഞ്ഞത് തിന്നുമായിരുന്നു. പിന്നെ മീൻകറിയുടെ ചാറും ഉണ്ടായിരുന്നു, പിലോപ്പി ഉണ്ടായിരുന്നു. അത് ഒരു കഷ്ണമേ കിട്ടിയുള്ളൂ, എന്നാലും വിടില്ല ഞാൻ, അതും തിന്നു ഞാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതിന് വേണ്ടിയിട്ടൊക്കെയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. കഴിക്കണം, നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിച്ചാലേ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കഴിക്കണം. അപ്പോൾ ഞാൻ എന്ത് കഴിച്ചാലും ആസ്വദിച്ച് കഴിക്കട്ടോ. എല്ലാം കഴിഞ്ഞ് അവസാനം വൈകുന്നേരമായപ്പോൾ എനിക്ക് വയറ് വിശന്ന്. അപ്പോൾ ഞാൻ ഷെറിനോട് പറഞ്ഞു, ഷെറിനെ എനിക്ക് നല്ല എരിവുള്ള മിച്ചർ കഴിക്കണം പോലെ ഉണ്ട്, ചെന്ന് മേടിച്ചുകൊണ്ട് നല്ല കടലുള്ള എരിവുള്ള മിച്ചർ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഫുഡ്. ഇനി രാത്രി പോയി എന്തെങ്കിലും ഞങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലേത് ഫുഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു തരും. ഞാനൊരു പാവം കേട്ടോ, ആരെയും ഞാനൊന്നും ചോദിക്കില്ല. ഞാനിങ്ങനെ ഇതൊക്കെ കൊണ്ട് ജീവിച്ച് പോട്ടെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.